പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകൾ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സിനിമയിലെ ഒരു വൃത്തികെട്ട കഥാപാത്രമുണ്ട്. പക്ഷെ അയാൾക്ക് കൊടുത്തിരിക്കുന്ന പേര് ഈശോ എന്നാണ്. അപ്പം ലോകപോക്രിയാണ് അയാൾ. പക്ഷേ ഈശോ എന്ന പേര്. അപ്പം ഈശോ എന്നുള്ള പേര് ഏറ്റവും പേടിക്കണതും ഏറ്റവും പേടിക്കുന്ന ആൾ പിശാചാണ്. അപ്പം പിശാചിന് എപ്പോഴും ഇങ്ങനെ ഈശോ എന്ന പേര് തനിക്ക് പേടിയായത് കാരണം അത് ഭൂമുഖത്ത് നിന്ന് തേച്ച് മാച്ച് കളയണമെന്നുള്ള ആഗ്രഹമുള്ളതാണ് പിശാച്. അതുകൊണ്ടാണ് ഇതുപോലെ ഈശോയുടെ വിരുദ്ധ ശക്തികളാണ് ഇതുപോലെയുള്ള കാപാലികന്മാർക്ക് ഈശോ എന്ന് പേരിടുന്നത്. ഇവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല.
ഉദയംപേർ സൂനക ദിവസത്തിന് മുമ്പ് 1599 മുമ്പ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഈശോ എന്ന് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് മെനേസിസ് പിതാവ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഉദയംപേർ സൂനകസിൻ്റെ കനോനിനെ വായിക്കും അറിയാം, ആർക്കും ഈശോ എന്ന പേരിടരുത്. നമ്മൾ പോകുന്ന വഴികൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കണം എന്നുള്ളതാണ്. ആർക്കും ഈശോ എന്ന് പേരിടരുത് എന്ന് വെച്ചാൽ ആർക്കോ ഇവിടെ പണ്ട് ഈശോ എന്ന് പേരിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ കാണിച്ചു കൊടുത്ത വഴികളിലൂടെയാണ് ഇന്ന് നമ്മളെ ആൾക്കാർ ആക്രമിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു മെത്രാനച്ഛന് ഒരു ഹൃദയത്തിൻ്റെ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈശോ ഗെത്സേമനിൽ എന്താണ് ചെയ്തത്? യോഹന്നാൻ 12:27-28. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഈശോ ഗെത്സമനെ ചെയ്തത് തൻ്റെ പീഡാനുഭവങ്ങൾ, താൻ ശരീരത്തിൽ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങളെ സഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട് ഈശോ സമർപ്പിച്ചു. അപ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശിൻ്റെ മരണം തുടങ്ങണത് തന്നെ ഈ ഈശോയുടെ ഈ ഗെത്സമനി തൊട്ട് തുടങ്ങുകയാണ്. ഗെത്സമനി തൊട്ട് തന്നെ ഈശോ സമർപ്പിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് രസം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണ കാരണം പരിശുദ്ധാത്മാവ് ഈശോയോട് പറഞ്ഞു, ഈശോ, നിൻ്റെ മുഖത്തൊന്നും ഇറ്റ് വീഴുന്ന രക്തമില്ലേ, അതിൻ്റെ ഗന്ധം പോലും ലോകത്തെ വിശുദ്ധീകരിക്കും, നീ അതിൻ്റെ ഗന്ധം പോലും സമർപ്പിക്കാൻ പറഞ്ഞു. ഉടനെ ഈശോ പറഞ്ഞ്, ഞാൻ എൻ്റെ ഈ സമർപ്പണത്തിൻ്റെ ലാസ്റ്റാണ് കുരിശിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയണല്ലേ. അപ്പം ആദ്യത്തെ സമർപ്പണം എന്താ? പീഡാനുഭവങ്ങളെ സമർപ്പിക്കണതാണ്. അപ്പം എന്തിനാണ്? ഈ പിതാവേ, അങ്ങ് ലോകത്തെ വിശുദ്ധീകരിക്കണമെന്ന്, ഞാൻ അതിനെ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഈ സഹനത്തിലൂടെ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഞാൻ പിതാവിന് പറഞ്ഞു, പിതാവിൻ്റെ രൂപതയെ പിതാവ് ഈ സഹനം കൊണ്ട് വിശുദ്ധീകരിക്കണം. അപ്പോൾ അതിന് പിതാവിനൊരു അവസരം ദൈവം തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ കൃപാസനമൊക്കെ ഇന്ന് നിങ്ങൾ ലോകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് കണ്ടു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും ഒരു സങ്കടം വന്ന് പറയാൻ പറ്റിയ ഒരിടമാണെന്ന്. സ്വന്തമായിട്ട് ആൾക്കാരിപ്പോൾ സ്വന്തമായിട്ട് ബ്ലോഗ് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ചെയ്യുന്നു. ഒരു കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ വിഷയം എന്തായാലേ, ഇത് എത്രയോ പേരുടെ സഹനമാണെന്നറിയാമോ ഇന്നത്തെ കൃപാസനം എന്ന് പറയണത്. എത്രയോ പ്രേക്ഷിതരുടെ സഹനങ്ങളാണ് അവിടെ കാഴ്ചവെപ്പ്. ഇപ്പം തന്നെ ഞാൻ തന്നെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണത് എന്താ, നിങ്ങളെ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി, എന്തുമാത്രം മനുഷ്യരാണ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനെന്ത് ചെയ്യും, ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കൃപാസനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെ പോലും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെ, എൻ്റെ വിഷയം എന്ന് പറയണത്, നമ്മൾ ആവശ്യമില്ലാതെ അങ്ങനെ സംഭവിച്ചല്ല, ഇങ്ങനെ സംഭവിച്ചല്ല, അത് ചെയ്യണമല്ല, ഇത് ചെയ്യണമെന്നല്ല. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തണമല്ലോ. നമുക്കൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തണമല്ലോ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് തോന്നിയാൽ എന്താണ്, പിതാവേ, ഇതാ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തുന്നു പിതാവ് പറയണില്ലേ. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വേണ്ടാണ് നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥകളും എല്ലാം അതിനുവേണ്ടി കാഴ്ചവെക്കുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അത് ദൈവം ചെയ്യേണ്ട കാര്യമാണ്. അത് എന്നെ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്നെ മഹത്വപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് പ്രാർത്ഥന വിഷയമല്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ സഹനങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാകുന്നതിനേക്കാളുപരി
ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വിഷയങ്ങളാണ്. ഞാൻ അവസാനം പറഞ്ഞത് മൈൻഡ് ഇറ്റ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പേര് ജോബി ജെയിംസ്. ഞാൻ വൈക്കം പൂത്തോട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ 3 കാര്യവും എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഒന്നാമതായി, എൻ്റെ മകൻ CBSE 10th അവന് എക്സാം പാടായിരുന്നു. എക്സാമിന് പോകുമ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിട്ടിരുന്നു. മോന് എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ 92.8% മാർക്കോടെ പാസ്സാകാൻ കഴിഞ്ഞു. രണ്ടാമതായി, എൻ്റെ അപ്പച്ചന് വർഷങ്ങളായിട്ട് അലർജിയായിട്ട് ചുമയുണ്ടായിരുന്നു. ലങ്സ് വീക്കാണ് അപ്പച്ചൻ്റെ. ആ അസുഖം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. ഉപ്പ് കൊടുത്തു, മാതാവിന് തേൻ കൊടുത്തു. അതിനുശേഷം അപ്പച്ചന് ഇതുവരെയും ചുമയുണ്ടായിട്ടില്ല. ആ ചുമ പൂർണ്ണമായും സുഖപ്പെട്ടു. മൂന്നാമതായി, ഞങ്ങളുടെ വീട് പണി 3-4 വർഷമായിട്ട് ഇങ്ങനെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഭംഗിയായി പൂർത്തിയായി. കഴിഞ്ഞ ശനിയാഴ്ച അതിൻ്റെ ഹൗസ് വാമിംഗ് നടന്നു. ഇത്രയും നടത്തുന്ന മാതാവിനും യേശു അപ്പച്ചനും 1000 നന്ദി പറയുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സെലീനാമ്മ സജി. ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഈശോമിശിഹ വഴി പരിശുദ്ധ മാതാവ് എനിക്ക് വാങ്ങി തന്ന നന്മകളെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നത്. ഒന്നാമതായിട്ട്, എൻ്റെ മകളെ കഴിഞ്ഞ 2018 ഓഗസ്റ്റ് മാസം BSc നഴ്സിങ്ങിന് അടൂരൊരു നഴ്സിംഗ് കോളേജിൽ ചേർത്തു. 2-3 മാസം കുഴപ്പമൊന്നുമില്ലാതെ പോയി. 2019 ജനുവരി മാസം 4-ാം തീയതി അവൾക്ക് ഹോസ്പിറ്റൽ പ്രാക്ടീസ് തുടങ്ങി. ഡിസംബറിൽ അവധിക്ക് വന്നതിന് ശേഷം പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, അമ്മേ എൻ്റെ കാലിന് വലത് കാലിൻ്റെ പാദത്തിൽ ഭയങ്കര നീരും വേദനയുമാണ്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സെല്ലുലൈറ്റിസ് ആണ്, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ പോയി മോളെ കൂട്ടിക്കൊണ്ട് വന്ന് കോട്ടയത്ത് മാതാ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സെല്ലുലൈറ്റിസിൻ്റേതായിട്ടൊന്നുള്ള ഒന്നും കാണാനില്ല, എന്തോ ഒരു ചെറിയ ഇൻഫെക്ഷനാണ്, നിങ്ങൾ ആൻറ്റിബയോട്ടിക് എടുത്ത് വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിക്ക്, മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയി മെഡിസിൻ എടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നീരൊക്കെ ഒരു ചെറിയ മാറ്റം വന്നു. ഇപ്പോൾ നഴ്സിംഗ് ആയതുകൊണ്ട് ഒത്തിരി ലീവൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ചു, അമ്മ എനിക്ക് പഴയതിലും വേദനയും നീരുമാണ്, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സിസ്റ്റർ പറഞ്ഞു പോയി ഡോക്ടറെ ഒന്നും കൂടെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും പോയി കൂട്ടിക്കൊണ്ട് വന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കാല് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിഗരാവസ്ഥയിലായിരുന്നു. ഒരുമാതിരി ബലൂൺ
വീർപ്പിച്ച് കെട്ടിവെച്ച അവസ്ഥയിലായിരുന്നു. കാല് നന്നായിട്ട് ചുവന്ന് തിണർത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ റെസ്റ്റ് എടുക്ക്, നിങ്ങൾ റൂമറ്റോളജിസ്റ്റിനെ ഒന്ന് കാണിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു. റൂമറ്റോളജിസ്റ്റിനെ കാണിച്ചു. ഈ 3 ഡോക്ടർമാരും പറഞ്ഞ് എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ടെസ്റ്റ് റിസൾട്ടെല്ലാം ഒരു കുഴപ്പമില്ല. കൊച്ചിനെ എന്താണ് അസുഖമെന്ന് പിടികിട്ടുന്നില്ല ആർക്കും. ഇങ്ങനെ വീണ്ടും കുറയും കൊണ്ടുവിടും, 2-3 ദിവസം നിന്ന് കഴിയുമ്പോൾ വീണ്ടും വേദന തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ പഠനം ഒരു മുടങ്ങിയ അവസ്ഥയിലായി. അവസാനം ഞങ്ങൾ വീണ്ടും മാതായിലെ തന്നെ ഓർത്തോയുടെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു എക്സ്റേയിലും ടെസ്റ്റ് റിസൾട്ടും എല്ലാം ഒരു കുഴപ്പമില്ല, അപ്പം പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, ചിലപ്പോൾ നിന്നേൻ്റെ ആകാം, അതുകൊണ്ട് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് പെയിൻ കില്ലേഴ്സൊക്കെ തരും, വീട്ടിൽ പോകും. അങ്ങനെ ഇരുന്ന് ഒരു കുറവുമില്ല. കൊച്ച് കുറയും കൊണ്ടാക്കും, 2 ദിവസം കഴിയുമ്പം വീണ്ടും വരും. ഈ അവസ്ഥ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും 1 മാസത്തോളം ഇങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത്രയും നാളായല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു MRI എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. MRI എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബോൺ മാരോ എഡിമ എന്നാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാല് നിലത്ത് കുത്താൻ പറ്റില്ല, കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടലായിട്ട് മാറും, അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്റ്റർ ഇടണം, പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, 1 മാസത്തേക്ക് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് തരാമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു. 15 ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ചെക്കപ്പിന് വന്നപ്പം നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാനിത് വെട്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ഇതിട്ട് തന്നു വിടാം, 1.5 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിട്ടു. അങ്ങനെ ഏപ്രിൽ 26-ാം തീയതി ഞങ്ങൾ പ്ലാസ്റ്ററൊക്കെ വെട്ടി കൊച്ചിനെ നേരെ കൊണ്ട്, അന്നേരം കാലിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, കോളേജിൽ കൊണ്ടാക്കി. കോളേജിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പ് എന്നെ വീണ്ടും വിളിച്ചു, അമ്മേ എനിക്ക് പിന്നെയും വേദനയാണ്, നിൽക്കാൻ പറ്റുന്നില്ല, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല, സിസ്റ്റർ പറയുക റെസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് മാറിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി കൊണ്ടുവന്നു, ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പഴയ അസുഖത്തിൻ്റെ ഒന്നും ഇപ്പോൾ കാണാനില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറെ പോയി കാണുക, എന്താണെന്നറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു ഇത്രയും 2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് കാലിന് മൂവ്മെൻ്റ് ഇല്ലാതെ ഇരുന്നത് കൊണ്ട് ഞരമ്പ് ബ്ലോക്കായതാണ്, ഞാനൊരു മരുന്ന് തരാം 15 ദിവസത്തേക്ക്, അത് കഴിച്ചിട്ട് വാ, ഇല്ല ഇതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്ന് വാങ്ങിച്ച് ഞങ്ങൾ പോയി. കൊച്ച് 1 നേരം മരുന്ന് എടുത്തതേ ഉള്ളൂ, അപ്പോഴത്തേനും ഭയങ്കര എടുക്കാൻ പറ്റുന്നില്ല, തളർന്ന് കണ്ണിനൊക്കെ കാഴ്ച മങ്ങുന്നത് പോലെ, കിടക്കയിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 1 മാസം 1 നേരത്തെ മരുന്നേ ഞങ്ങൾ കൊടുത്തുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മെയ് 10-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ശേഷമാണ് ഈ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറെ കാണുന്നത്. കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എന്തായാലും ഒരു മരുന്നും കൊടുക്കണ്ട, നമുക്ക് കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയുടെ മരുന്ന് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോഴും നല്ല നീരും വേദനയുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിൻ്റെ കാലിൽ കുരിശ് വരച്ച് തൈലം പുരട്ടി കൊടുക്കുകയും ഉപ്പും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നീര് നിശേഷം മാറി, പക്ഷേ വേദനയുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ വിശ്വാസം കൈവെടിഞ്ഞില്ല, വീണ്ടും അമ്മയോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു, തൈലവും ഉപ്പും കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നീരും വേദനയും പൂർണ്ണമായും മാറി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവൾക്ക്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഒരു 3-4 മാസത്തെ ക്ലാസ്സുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സിസ്റ്ററിനോട് കൊണ്ടാക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വർഷം എക്സാം എഴുതാൻ പറ്റില്ല, അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട്, ഡ്യൂട്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാം എഴുതാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഈ വർഷം അത് നടക്കില്ല, അടുത്ത വർഷം നിങ്ങൾ
പിന്നീട് വരുന്ന വർഷങ്ങളിൽ സപ്ലിമെൻ്ററി എഴുതി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും അവൾക്ക് ആകെ ടെൻഷനായി. അവൾ പറഞ്ഞു ഈ വർഷം 9 പേപ്പറുണ്ട്, അടുത്ത വർഷം 6 പേപ്പറുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ എന്നെക്കൊണ്ട് ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാതെ എഴുതിയെടുക്കാൻ പറ്റില്ല അമ്മേ, നമുക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കാരണം 1.25 ലക്ഷം രൂപ നമുക്ക് അവിടെ കൊണ്ട് പല ഇതിലായിട്ട് ഫീസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വീട് പണിതതിൻ്റെ പേരിൽ കുറേ കടബാധ്യതകളുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഹോസ്പിറ്റൽ കേസും ഒക്കെ പ്രമാണിച്ച് ഒത്തിരി കടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവളോട് പറഞ്ഞിടി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാതെ എങ്ങനെയാണ് വേറെ കോഴ്സിന് ചേരുന്നത്, വെറുതെ വർഷം കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തോ ആയാലും ഇവളിങ്ങനെ പോവില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്ററിനെ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്, 3 വർഷത്തെ ഫീസും കൂടെ അടയ്ക്കാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരത്തില്ല, അത് ഓർക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ